ഞാനിന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു പോയി. നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോന്നിനെക്കുറിച്ച് ചിന്തിക്കുക, മറ്റൊരു വ്യക്തി പറഞ്ഞത് ചിന്തിക്കുക, അങ്ങനെയൊക്കെയല്ലേ. ഞാൻ എന്താ വെച്ചാൽ ഇന്നലെ ഞാനൊരു മനുഷ്യനുമായി സംസാരിച്ചപ്പോൾ എന്തായാലും നമ്മളൊരു സന്തോഷത്തിൻ്റെ കാരണമായാലും സങ്കടത്തിൻ്റെ കാരണമായാലും ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ആ സന്തോഷത്തിൻ്റെ കാരണവും സങ്കടത്തിൻ്റെ കാരണവും തുറന്നു പറയുമ്പോഴാണ് നമുക്ക് എന്തെന്നില്ലാതെ ഒന്നെങ്കിൽ ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. സന്തോഷം കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പറയുമ്പോൾ വല്ലാതൊരു എന്താ പറയുക, അതിനൊരു നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ ആ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കും. മനസ്സുകൊണ്ട് അവർക്ക് നല്ലതേ വരാവൂ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫീലിങ്സ് ഏതൊരവസ്ഥയുടെയും ഓരോ മനുഷ്യനും ഓരോരോ അവസ്ഥകളുണ്ട്, മാറിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ എന്ന് ഞാൻ പറയും. ഇപ്പം നമ്മൾ മനസ്സിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പം നാഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാഗ എപ്പോഴും അവരുടെ ഉള്ളും പറയും, പുറമേയുള്ള മറ്റു മനുഷ്യരുടെ കാഴ്ചപ്പാടും അത് തനിക്ക് അനുഭവിക്കാത്തതുമായ എന്തുകൊണ്ട് ഞാൻ നാഗയെ എപ്പോഴും തുറന്നു പറയുന്നു, നാഗയുടെ ഫോട്ടോ വെച്ച് പറയുന്നു എന്നൊക്കെ തോന്നാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോട് മനസ്സുകൊണ്ട് അവരെ ഒരു വല്ലാതൊരു ഇഷ്ടമുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നുമില്ല. എന്തോ എനിക്കറിയില്ല, ചിലപ്പം നമ്മുടേതായ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്കൂടി പോകുമ്പോൾ നമ്മൾ ഓരോരോ മനുഷ്യരെ ചില നിമിഷങ്ങളിൽ മറന്നു പോകും, എന്നാലും ഓർമ്മയിലും ഉണ്ടാവും. അത് നമ്മൾ സ്വയം നമ്മളെ തന്നെ അറിഞ്ഞ് നമ്മളിൽ തന്നെ ലയിക്കുക എന്നൊക്കെ പറയും. നമ്മുടെ ഓരോ പ്രവൃത്തികൾ, ചിന്തകൾ, നമ്മൾ ശരിക്കും ഞാനങ്ങനെ പറയാറില്ല എപ്പോഴും, നമ്മുടെ പ്രവൃത്തി, ചിന്ത, മറ്റൊരാളോട് സംസാരിക്കുന്ന രീതി, നമുക്ക് വരുന്ന ദേഷ്യം ഏതിന് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ അറിയാൻ പറ്റുക. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, സംസാരിച്ചപ്പോൾ നമ്മൾ ഓരോ മനുഷ്യരോടും ഓരോ സമയങ്ങളിൽ സംസാരിക്കും അല്ലേ, ഓരോ നിമിഷ സമയങ്ങളിൽ. അപ്പം എന്തോ എനിക്ക് അങ്ങനെ ഒരു മനസ്സിലാക്കുമ്പോൾ ഒരാൾക്ക് ഒരാളെ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലർക്ക് ജീവിതകാലം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവാതെ പോകാറുണ്ട്. പിന്നെ അങ്ങനെയുള്ളവരോടൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്തിന് നമ്മൾ മറ്റൊരാളെ ഞാനിങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ തോന്നാറില്ലേ ഓരോ മനുഷ്യനും. അപ്പോൾ ഒരുപക്ഷെ ഇന്നലെ എനിക്ക് സന്തോഷവും വന്നു, കണ്ണിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീരും വന്നു. അപ്പം ഞാൻ ശരിക്കും നാഗയെ ഓർത്തുപോയി. ഒരുപക്ഷെ കുറേ പേരൊന്നും വേണ്ട കേട്ടോ, കുറേ പേര് മനസ്സിലാക്കണം. ഒരു ശക്തമായ ഒരാൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മൾ വിജയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓരോ ബന്ധങ്ങളിലും ഓരോ അർത്ഥങ്ങളുണ്ട്. ഓരോ ബന്ധങ്ങൾ, അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, മക്കളുടെ സ്നേഹം, സുഹൃത്തുക്കളുടെ സ്നേഹം. എന്നാൽ ഇവരോടൊക്കെ എല്ലാം തുറന്നു പറയുന്നുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം പകുതിയാണ്. ഓരോ മനുഷ്യരിലും നമ്മളെല്ലാം പകുതിയാണ്. നമ്മളിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ചിന്തകളിലും, മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ ചിന്തകളും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ നാഗയെ ഓർത്തു പോയി എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആ വ്യക്തിയോട് എനിക്ക് എന്തെന്നില്ലാത്തൊരിഷ്ടം കൂടി വന്നു, നാഗയോട്, തുറന്നു പറയുന്ന നാഗയോട്. ഇതൊക്കെയും എൻ്റെ ചിന്തകളാണ്, ഞാനെന്ന വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന ചിന്തകളാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ആ നാഗയുടെ എല്ലാ മനസ്സിനെ ഞാൻ ഇവിടെ തുറന്നു പറയാറുണ്ട്. നാഗയുടെ മനസ്സിനെ ഞാൻ തുറന്നു പറയാറുണ്ട്, അതുപോലെ എൻ്റെ മനസ്സിനെയും ഞാൻ തുറന്നു പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് നാഗയെ ഓർത്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാവാം മറ്റൊരു വ്യക്തിയും ഞാൻ പറയാതെ എന്നെ അറിയുന്നത് എന്നൊക്കെ പറയാം. ഒരാൾ ഒരു അവസ്ഥകൾ പറയുമ്പോൾ
അതിനെ മുൻകൂട്ടി പറയാനുള്ള കഴിവ് എന്നൊക്കെ പറയാം. പിന്നെയെന്ന് വെച്ചാൽ നാഗ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും കഴിയണം എന്നുള്ള ഒരു ശരിക്കും അങ്ങനെയുള്ള വാക്കുകളൊക്കെ അവരൊക്കെ ഹൃദയത്തിലോട്ട് അങ്ങ് പതിയും. അപ്പോഴാണ് അവരോടുള്ള ഒരു ഇഷ്ടം, ഒരു ഇഷ്ടം, എന്നാൽ ഉപദ്രവിക്കാതെയും അങ്ങനെയുള്ള നമ്മളൊരാളെ ഉപദ്രവിക്കരുതല്ലേ. ഒരു ബന്ധത്തിൽ നമ്മൾ ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പോയി. ശരിക്കും പറഞ്ഞാൽ അത് നാഗ തന്നെ പറയും, ഞാൻ ഒരു ശക്തമായ ആത്മബന്ധം എന്നൊക്കെ പറയാം. എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാതെ ആത്മബന്ധം. എന്നാൽ വഴക്കുണ്ടാവുമോ ഇല്ലയോ എന്നും പറയാനും പറ്റില്ല. നമ്മുടെ നിമിഷങ്ങളും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ തലത്തിലേക്കും പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇപ്പം നാഗയുടെ ചിന്തകൾ അവിടെ പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ചിന്തകളിലൂടെ പറയുമ്പോൾ നാഗ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കും അറിയില്ല. പക്ഷെ ഒരുപക്ഷെ ഇതിന് മറുപടി തരാം, ചിലപ്പോൾ മറുപടി തരത്തില്ല. അങ്ങനെയൊക്കെയാണ്. എന്തോ എൻ്റെ മനസ്സിലോട്ട് വരുന്ന വരികളെ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് മാത്രമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നാഗ ഇപ്പോൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികളെ പേരെടുത്ത് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് മാത്രം. ഒരുപാട് സുഹൃത്ത് ബന്ധത്തിനേക്കാളും ശക്തമായൊരു സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നി. എന്നാൽ ഞാൻ പറയുന്നത്, നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നതും ആവശ്യമില്ല എന്ന് തോന്നുന്നതും മാറിക്കൊണ്ടേയിരിക്കും. ഇത് ഞാൻ എൻ്റെ മനസ്സിലൂടെ വരുന്ന വരികൾ മാത്രമാണ്. പലർക്കും പല ചിന്തകൾ, കാഴ്ചപ്പാടുകൾ എല്ലാം ഉണ്ടാകും. എന്നാലും ഞാൻ പറയുന്നത് ചിലപ്പോൾ എന്നല്ല, നാഗയ്ക്ക് മനസ്സിലാവും അതിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങൾ. അപ്പോൾ ഇപ്പം നാഗയുടെ ലൈവിലൊക്കെ കാണാം, ഒരുപാട് പേര് വന്നു കൂട്ടുകൂടുന്നു അങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നാഗ ഇപ്പം ലൈവായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്, നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ കുറേ ഐഡിയകളുണ്ടാവും, നമുക്കറിയില്ലല്ലോ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നാഗയെ ഒഴിവാക്കി കൂട്ടുകൂടുക എന്ന് പറയുന്നത്, നാഗയെ ലോകം തിരിച്ചും അറിയാം. എല്ലാവർക്കും അറിയാം നാഗ എന്നൊരു വ്യക്തിയുണ്ട്. ഇനിയിപ്പോൾ കളവ് ചതിവത്തെ പറ്റിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമുക്കെപ്പോൾ വേണമെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റിയ വ്യക്തിയാണ് നാഗ. അവർ എന്നെ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോഴും പറ്റിക്കുന്നതും പറ്റിക്കാത്തതും കാണുന്നുണ്ടല്ലോ. അപ്പോൾ പറ്റിച്ചു ചതിച്ചു എന്നൊക്കെ പറയുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ലോകം അറിയുന്ന വ്യക്തി, എപ്പോൾ വേണമെങ്കിലും കാണിച്ചു കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ്, എൻ്റെ ചിന്തകളിൽ വരുന്ന വരികൾ മാത്രം പറഞ്ഞു എന്ന് മാത്രമാണ് കേട്ടോ. ഏതൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കി ചെയ്യുക, അത്രമാത്രം എനിക്ക് പറയാൻ തോന്നി കേട്ടോ. അതിലെ കുറേ അർത്ഥങ്ങൾ നാഗ പറഞ്ഞ് മനസ്സിലാക്കി തരും.